ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലോട്ട് അടക്കം വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണേ. അനുമോൾ ഇത്രയും അധികം പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നേരിടുന്ന സമയത്ത് അനുമോളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നത് നെവിനും ലക്ഷ്മിയും എല്ലാം തന്നെയാണ്. നെവിൻ ഭയങ്കരമായിട്ട് അനുമോളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കാരണം പോട്ടെ അനുമോളെ സാരല്ല, അതായത് നിന്നെപ്പോൾ തന്നെ ഞാനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് എനിക്ക് നിന്നെപ്പോൾ തന്നെ സങ്കടവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിനക്കിപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ, അതായത് ഈ ഒരു അലിഗേഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് എത്രത്തോളം ബാധിക്കുമെന്നും അത് എത്രത്തോളം അതായത് നമ്മുടെ മനസ്സിനെ അത് ഭയങ്കരമായിട്ട് വേട്ടയാടുമെന്നുള്ളത് എനിക്കിപ്പം മനസ്സിലായല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതായത് ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വലിച്ചിട്ട് കുത്തി കീറിയ ആളുകളുടെ മനസ്സ് എങ്ങനെയൊക്കെ വേദനിപ്പിക്കാമോ അങ്ങനെയൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് റീ എൻട്രി ബിഗ് ബോസ് ഹൗസിൽ എന്ന് കയറിയോ അന്ന് മുതൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഓരോന്നായിട്ട് ബിഗ് ബോസ് ഹൗസിൽ പൊട്ടിപ്പുറപ്പെടാനായിട്ട് തുടങ്ങി. ഫസ്റ്റ് തുടക്കമിട്ടത് ശൈത്യാണ്. അതായത് തിരി കൊളുത്താനായിട്ട് ആരെങ്കിലും വേണമല്ലോ. ആ തിരി കൊളുത്തി കഴിഞ്ഞാലാണല്ലോ അത് വലുതായി അത് അറ്റത്തോട്ട് എത്തുന്ന സമയത്ത് അത് വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുകയുള്ളൂ. എന്തായാലും ശൈത്യക്ക് ഇപ്പം എന്തായാലും ഭയങ്കരമായിട്ടുള്ള സന്തോഷവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടാവും. എന്തോ ആയിക്കൊള്ളട്ടെ, അനുമോളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബിഗ് ബോസ് ഹൗസിൽ വിരലിൽ എണ്ണാവുന്ന ചിലരുണ്ട് എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും പേരൊറ്റപ്പെടുത്തുന്ന സമയത്ത് അതായത് എന്തിന് പറയട്ടെ, നൂറയുടെയും മാതിലയുടെയും പല വിഷയത്തിലും അതായത് കൂടെ നിന്നിട്ടുള്ള അനുമോളെ പോലും അതായത് ഈ ഒരു വേളയിൽ നൂറ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ നെവിൻ്റെ ആ ഒരു ക്യാരക്ടർ പറയാതിരിക്കാൻ വയ്യ. പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആശ്വസിപ്പിക്കുന്നുണ്ട്, അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ വിചാരിക്കാം. കൂടുതൽ അപ്ഡേഷൻസുമായി പിന്നെ കാണാം.